എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും 8 കിലോമീറ്റർ തെക്കുമാറി നടക്കാവ് എന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ പടിഞ്ഞാറായി വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ക്ഷേത്രമതിൽക്കുള്ളിൽ പടിഞ്ഞാറ് നാഗരാജാവിനെയും കിഴക്ക് നാഗയക്ഷിയെയും വടക്ക് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട വെട്ടത്ത് നാട്ടിലെ പരദേവതയായ വിഷ്ണുവിനെയും ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആമയുടെ ക്ഷേത്ര സമുച്ചയം ഇല്ലവും ഇല്ലപ്പറമ്പും ഉൾപ്പെട്ട 10 ഏക്കറോളം വരുന്നു. പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. സൂര്യാസ്തമന സമയത്ത് സന്ധ്യാവന്ദനത്തിനിറങ്ങിയപ്പോൾ കായലിൽ ഒരു ദിവ്യ തേജസ് കണ്ടു. അദ്ദേഹം ആ ദിവ്യ തേജസ് എന്തെന്നറിയാൻ വേണ്ടി കായൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടക്കുകയുണ്ടായി. ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്തമാതൃക്കളാണ് ആ ദിവ്യ തേജസ്സിന്റെ ഉറവിടമെന്ന് അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. പരശുരാമന് വേണ്ടി ജലം വഴിമാറിയതോടെ ആമകൾക്ക് സഞ്ചരിക്കാനാവാതായി. അങ്ങനെ ആമ നിന്ന ഇടം പിന്നീട് കാലക്രമേണ ആമേടയായി അറിയപ്പെട്ടു. ഇവിടെ മന്ത്രോപദേശത്തോടെ പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തിപ്പോരുന്നു. പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപമാണ് ഇന്നും ക്ഷേത്രകോവിലിൽ അണയാതെ നിലനിൽക്കുന്നതെന്ന് വിശ്വസിച്ചു വരുന്നു. അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിലെണ്ണ. ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ ദേവിമാരാണ് സപ്തമാതൃക്കൾ. ആദിപരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതൃക്കൾ. ഹംസവാഹനത്തിൽ ജപമാലയും കമണ്ഡലവുമായി ബ്രഹ്മാവിന്റെ ദേവശക്തി സ്ത്രീരൂപത്തിൽ ബ്രഹ്മിണിയായും, കാളപ്പുറത്ത് സർപ്പമാല ധരിച്ച് തൃശൂലവേണി സാക്ഷാൽ പരമശിവന്റെ ദേവശക്തി സ്ത്രീരൂപത്തിൽ മഹേശ്വരിയായും, മയിൽവാഹനത്തിൽ വേലേന്തി സുബ്രഹ്മണ്യന്റെ ദേവശക്തി സ്ത്രീരൂപത്തിൽ ഇന്ദ്രാണിയായും, സംഹാരമൂർത്തിയായ സാക്ഷാൽ രുദ്രന്റെ ദേവശക്തി സ്ത്രീരൂപത്തിൽ ചാമുണ്ഡിയായും അവതരിച്ചവരാണ് സപ്തമാതൃക്കൾ. താന്ത്രിക വിധിപ്രകാരം സപ്തമാതൃപ്രതിഷ്ഠയിൽ വീരഭദ്രനെയും ഗണപതിയെയും ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. സപ്തമാതൃക്കളോടൊപ്പം വീരഭദ്രനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. ആമേട ക്ഷേത്രത്തിൽ നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രത്യേകം സ്ഥാനം കൽപ്പിച്ച് ആരാധന നടത്തുന്നു. നാഗരാജാവ് ശൈവപ്രധാനമായും നാഗയക്ഷി ശക്തിപ്രധാനവും ആയിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ സവിശേഷത. സർപ്പദോഷത്തിനും രാഹുവിന്റെ അപഹാരകാലത്തുണ്ടാകുന്ന വൈഷമ്യത്തിനും വേണ്ട പരിഹാരത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് ഈ ക്ഷേത്രത്തെ ആശ്രയിച്ചു പോരുന്നു. സപ്തമാതൃക്കൾ ജലത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ സേവികയായ ആമരൂപം പൂണ്ട ജലയക്ഷി ഇപ്പോഴും വേമ്പനാട്ട് കായലിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രക്കുളത്തിൽ ധാരാളമായി ആമകളെ കാണാവുന്നതാണ്. ക്ഷേത്രത്തിന്റെ വടക്കുവശത്തായി ഇല്ലപ്പറമ്പിൽ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ഇത് ആമേടമംഗലം ഇല്ലക്കാരുടെ ആദ്യകാല പരദേവതയാണ്. പൂർവകാല അധിപതിയായ കാളീശ്വരിയെ വിഷ്ണു ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ശ്രീകോവിലിന്റെ പുറത്ത് തെക്കുപടിഞ്ഞാറ് മൂലയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മീനമാസത്തിലെ മകൈരം നക്ഷത്രത്തിൽ കൊടി കയറി പൂരം വലിയ വിളക്കും ഉത്രമാറാട്ടുമായി നടത്തുന്നു. പൊതുവെ ആയില്യം നക്ഷത്രം സർപ്പാരാധനയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. എന്നാൽ കന്നി, തുലാം, വൃശ്ചികം, മീനം എന്നീ മാസങ്ങളിലെ ആയില്യത്തിന് സവിശേഷത കൂടുതലുണ്ട്. കൂടാതെ 10-ാം ഉദയവും നാഗപഞ്ചമിയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എല്ലാ കാർത്തിക നാളിലും വിശേഷാൽ ദ്വാദശാക്ഷരി പൂജയും 12,000 പുഷ്പാഞ്ജലിയും പ്രധാന ശ്രീകോവിലിൽ നടത്തുന്നു. വൈഷ്ണവി പ്രധാനമായി കർക്കടക മാസത്തിൽ 12 ദിവസത്തെ ഭഗവതി സേവയും, ചാമുണ്ഡി പ്രധാനമായി മണ്ഡലമാസം മുഴുവൻ ഗുരുതിയും,
41-ാം ദിവസത്തിൽ 12 പാത്രത്തിൽ വലിയ ഗുരുതിയും നടത്തുന്നു. കന്നി, വൃശ്ചികം, മീനം മാസങ്ങളിലെ ആയില്യം നാളിൽ നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് ആയില്യം ഇടി. എതൃത്ത പൂജയ്ക്ക് ശേഷം ഇലത്തെ കാരണവർ മര ഉരലിൽ ചന്ദനമുട്ടി കൊണ്ട് ഉതിർത്ത ഉണക്കലരി ഇടിച്ച് ഹരിയോഹര മന്ത്രത്താൽ തലയിലിടുന്നു. ഇതാണ് ആയില്യമിടി എന്ന വിശേഷാൽ വഴിപാട്. കാർത്തിക നാളിൽ ദേവീപൂജയ്ക്ക് നിവേദിക്കുന്നതാണ് കാർത്തിക പായസം. ദമ്പതിമാർ ഇഷ്ടസന്താന ലബ്ധിക്ക് 12 കാർത്തിക ദിനങ്ങളിൽ ക്ഷേത്ര സന്ദർശനത്തോടെ കാർത്തിക പായസം വഴിപാട് കഴിച്ച് പ്രാർത്ഥനയോടെ ദേവിയുടെ അനുഗ്രഹം നേടുന്നു. രാഹുദോഷത്തിനും സർപ്പപ്രീതിക്കും വേണ്ടി നടത്തുന്ന വഴിപാടാണ് സർപ്പബലിയും അഷ്ടനാഗപൂജയും. ജലയക്ഷിക്കുള്ള കിണ്ടിയെറിയലും സപ്തമാതൃക്കൾക്കുള്ള പൂവട്ടക കമിഴ്ത്തലും ഇവിടെ പ്രധാനമാണ്. ഈ 2 വഴിപാടുകളുടെയും ഫലം ഇഷ്ടസന്താന ലബ്ധിയാണ്. മാസത്തിലെ 41 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ചാമുട്ടിക്ക് പ്രത്യേകം ഗുരുതി പൂജയുണ്ട്. ഇത് ശത്രു സംഹാരത്തിന് അത്യുത്തമമാണ്. കേരളത്തിലെ പ്രമുഖ വേദ പണ്ഡിതന്മാർ ഇവിടെ താമസിച്ച് വേദമുറജപം നടത്തുന്നു. ക്ഷേത്ര ഐശ്വര്യത്തിനും വിശിഷ്യ എല്ലാ ഭക്തജനങ്ങളുടെയും ക്ഷേമത്തിനും വേണ്ടി വേദമന്ത്രങ്ങൾ ജപിച്ച് സിദ്ധി വരുത്തുന്നു. വേദജപത്തോടെ നടത്തുന്ന അന്നദാനമാണ് വാരം. ഇതും ഇവിടെ വളരെ പ്രധാനമാണ്. അതിപ്രധാനമായ മറ്റൊന്നാണ് പുള്ളുവൻ പാട്ട്. ക്ഷേത്ര ചുറ്റുവട്ടത്ത് കഴിയുന്ന പുള്ളുവ കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഇത് നടത്തുന്നത്. കേരളത്തിലുടനീളമുള്ള ഉപേക്ഷിക്കപ്പെട്ട കാവുകളിൽ നിന്ന് കൊണ്ടുവന്ന നാഗവിഗ്രഹങ്ങളുടെ വാസസ്ഥലം എന്ന നിലയിലാണ് ആമേട ക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്നത്. ക്ഷേത്രത്തിന് പിന്നിൽ ദൈവങ്ങളെ വഹിച്ചുള്ള വാഹനത്തെ ചിത്രീകരിക്കുന്ന ഒരാമയുടെ മനോഹരമായ ശില്പം കാണാം. കൊത്തുപണിയാൽ അലങ്കൃതമായ ഗോപുരവാതിൽ ക്ഷേത്രമുഖത്തെ അലങ്കരിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ വിവിധ വസ്തുക്കളാൽ നിർമ്മിച്ച നിരവധി നാഗവിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കൂടുതലും പാറയിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ ക്ഷേത്രക്കാവിൽ ധാരാളമായി കാണാം. പല കുടുംബങ്ങൾക്കും സ്വന്തം കാവുകളിലെ നാഗങ്ങളെയും നാഗപ്രതിഷ്ഠകളെയും വേണ്ടവണ്ണം പരിപാലിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഇവിടേക്ക് സമർപ്പിക്കുന്ന രീതി നടന്നുപോരുന്നു. ആമേടമംഗലം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമാണ് ആമേട ക്ഷേത്രം. അവർ 4 കുടുംബങ്ങളായി ക്ഷേത്രത്തിനോട് ചേർന്ന് താമസിക്കുന്നു. ക്ഷേത്രവും ഇല്ലവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. നിത്യനിദാനം പൂജകൾ ഈ ഇല്ലക്കാർ തന്നെയാണ് നടത്തുന്നത്. എല്ലാ വിശേഷ ദിവസങ്ങളിലും കുടുംബാംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നു. ഈ ഇല്ലത്തെ ഉണ്ണികൾ ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞ് കുടുംബകാരണവരുടെ ഉപദേശത്തോടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ താന്ത്രിക അധികാരം വടക്കൻ പുലിയന്നൂർ ഇല്ലത്തേക്കാണ് നൽകിയിരിക്കുന്നത്. മണ്ണാറശാല ക്ഷേത്രത്തിലുള്ളതുപോലെ ഇവിടുത്തെ അമ്മയ്ക്ക് പ്രത്യേകം അവകാശമൊന്നുമില്ലെങ്കിലും ഭക്തജനങ്ങൾ ഇവിടുത്തെ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പ്രധാന പ്രതിഷ്ഠകളായ സപ്തമാതൃക്കൾ, നാഗരാജാവ്, നാഗയക്ഷി, വിഷ്ണു എന്നിവർക്ക് സ്വർണ്ണ തിരുമുഖ സമർപ്പണവും ക്ഷേത്രനടയുടെ നവീകരണവും നടത്തുകയുണ്ടായി. അലങ്കാരഗോപുരം, ക്ഷേത്രവക താമസസ്ഥലം, ക്ഷേത്രത്തോട് ചേർന്ന് പൂങ്കാവനം, ആമ സംരക്ഷണ കേന്ദ്രം, വിദ്യാലയം എന്നിവയും വേദതന്ത്ര ജ്യോതിഷ കേന്ദ്രം, ക്ഷേത്രകലാപഠനത്തിനു വേണ്ടിയുള്ള ക്ലാസുകളും തുടങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാഗദൈവങ്ങൾ ഉഗ്രശക്തിയായി കുടിയിരിക്കുന്ന ആമയുടെ നാഗരാജ ക്ഷേത്രം ദിനം പ്രതി ഉയർച്ച കൈവരിച്ചുകൊണ്ട് ഒരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തലക്ഷങ്ങളുടെ ആരാധനാ കേന്ദ്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. ഇവിടെ എത്തി മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതദോഷങ്ങൾക്ക് അറുതിയുണ്ടാവുന്നു, വിഘ്നങ്ങൾ അകന്നുപോകുന്നു, ജീവിതം ആനന്ദപൂർണമാവുന്നു. അതെ, ആമേട നാഗരാജ ക്ഷേത്രം പുണ്യം ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്.